PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT പാഠപുസ്തകമാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 5, 7, 9 ക്ലാസ്സിലെ SCERT പാഠപുസ്തകം മാറിയിട്ടുണ്ട്. ഈ മാറിയ പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് പാഠപുസ്തകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള മധ്യകാല ഇന്ത്യയെക്കുറിച്ച് പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു ലൈക്ക് ചെയ്തിട്ടും ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടും തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ. അതുപോലെ നമുക്ക് PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകളുണ്ട്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, LGS, KTET, HSA, മിഷൻ LPUP 2026-27 ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ SCERT പാഠപുസ്തകം നമുക്ക് PSC പരീക്ഷയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERT പാഠപുസ്തകം പഠിച്ചിട്ട് വേണം നിങ്ങൾ ഏതൊരു PSC പരീക്ഷ എഴുതാനായിട്ട് പോകാം. കാരണം നല്ലൊരു ശതമാനം ചോദ്യങ്ങളും PSC ചോദിക്കുന്ന SCERT പാഠപുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ SCERT പാഠപുസ്തകം പഠിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഒരുപാട് ഫാക്റ്റുകൾ, ഒരുപാട് പോയിന്റുകൾ, ഒരുപാട് ചാപ്റ്റേഴ്സ്, ഒരുപാട് പേജുകൾ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടി SCERT സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ. അത് പഴയ SCERTയും പുതിയ SCERTയും നമ്മൾ പഠിക്കണം. പഴയ SCERTയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും പുതിയ SCERTയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ലഭ്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും പഴയതോ പുതിയതുമായിട്ടുള്ള SCERT ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളതും മുഴുവൻ ചാപ്റ്ററുകളെയും കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ SCERT എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. ഈ മുകളിൽ 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വർ എന്ന ഭക്ത കവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് പൂർണ്ണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതാണ് ഭക്തി എന്നാണ് പറയുന്നത്. ഭക്തി അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടെ വിവേചനം സൃഷ്ടിച്ചിരുന്നു. സാമൂഹിക വിവേചനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തേക്ക് ആകൃഷ്ടരായി. ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയമുണ്ടായി. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഭക്തി, സൂഫി പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായിട്ട് അങ്ങോട്ട് തിരികുകയും ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ സമന്വയമുണ്ടായി. വിവിധ അനുഷ്ഠാനങ്ങളുടെ സമന്വയമുണ്ടാവുകയും ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഭക്തി പ്രസ്ഥാനവും മറ്റൊന്ന് സൂഫി പ്രസ്ഥാനവുമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദക്ഷിണേന്ത്യയിലെ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൽ നോക്കാം. ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ച ഭക്ത കവികളാണ് ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നത്. ആഴ്വന്മാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. വിഷ്ണു ഭക്തരും നായന്മാരും എന്നറിയപ്പെടുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ. 7 മുതൽ 12ാം നൂറ്റാണ്ട് വരെ നിലനിരുന്ന ഈ പ്രസ്ഥാന സവിശേഷണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഭക്തി പ്രസ്ഥാനം? ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചുള്ള ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതിൽ ആഴ്വന്മാർ എന്ന് പറയപ്പെടുന്നത് വിഷ്ണു ഭക്തരായിരുന്നു. അപ്പോൾ ആഴ്വന്മാർ എന്ത് ഭക്തരായിരുന്നു? വിഷ്ണുവിനെ ഭജിച്ചിരുന്നവരും അല്ലെങ്കിൽ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിരുന്നവരുമായിരുന്നു ആഴ്വന്മാർ. ഇനി നായന്മാർ എന്ന് പറഞ്ഞാലോ അത് ശിവഭക്തരും ആയിരുന്നു. 7 മുതൽ 12ാം നൂറ്റാണ്ടിൽ നിലനിന്ന ഭക്തി പ്രസ്ഥാനത്തെ സവിശേഷത എന്തൊക്കെയാണ്? ഒന്ന്, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. അവർ വിശ്വസിച്ചിരുന്ന ദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും. അതുപോലെ സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള പങ്കാളിത്തം. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട
സവിശേഷതകൾ. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളും രചനകളും ആലപിക്കുന്നു. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം, സ്ത്രീകൾക്കും തുല്യമായിട്ടുള്ള പങ്കാളിത്തം. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. ആഴ്വന്മാരും നായർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. ആചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്നു. അക്കാലത്ത് ഭക്തി കവിയുടെ രചനകളിൽ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വന്മാരെയും നായന്മാരെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി തീർക്കുന്നതിൽ കാരണമായി. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊള്ളുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ എന്ത് ചെയ്തിരുന്നു? ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ടു. ആഴ്വന്മാരും നായന്മാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നതിനും ദേശസഞ്ചാരം നടത്തിയെന്ന് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രസ്ഥാനം കൂടുതലായിട്ട് പ്രാദേശികമായിട്ടൊക്കെ വളരുന്നതിന് കാരണമായിട്ട് തീരുകയുണ്ടായി. ആഴ്വന്മാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധം എന്നും നായന്മാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അഭിപ്രായപ്പെട്ടു. അപ്പോൾ ആഴ്വന്മാരുടെ രചനകൾ എന്തെന്നറിയപ്പെട്ടു? 4000 ദിവ്യപ്രബന്ധം എന്നും നായന്മാരുടെ രചനകൾ തിരുമുറൈകൾ എന്നുമാണ് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇനി ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കവികളെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കവികൾ എന്ന് പറയുന്നത് വിഷ്ണു ഭക്തന്മാരും ശിവഭക്തന്മാരായിരുന്നു. വിഷ്ണു ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ആഴ്വന്മാരായിരുന്നു വിഷ്ണു ഭക്തന്മാർ. അതിനകത്ത് പ്രധാനപ്പെട്ട ആരൊക്കെയാണ്? കുലശേഖര ആഴ്വർ, പെരിയാഴ്വർ, നമ്മാഴ്വർ, ആണ്ടാൾ എന്നിവരാണ് വിഷ്ണു ഭക്തരായിട്ടുണ്ടായിരുന്നത്. ഇനി ശിവഭക്തന്മാരായതോ? ശിവഭക്തന്മാരെന്ന് പറഞ്ഞാൽ ആരാ? നായനാർമാരാണ് ഈ ശിവഭക്തന്മാർ. കാരക്കൽ അമ്മയാർ, അതുപോലെ അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ എന്നിവരൊക്കെ ആയിരുന്നു ആര്? ശിവഭക്തന്മാർ. ഇനി ബസവണ്ണയെക്കുറിച്ച് നമുക്ക് നോക്കാം. ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡലം എന്ന ചർച്ചാവേദി നടന്ന ചർച്ചയുടെ ചിത്രീകരണമാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. ഈ കൊടുത്തേക്കുന്ന ചിത്രമാണ് കേട്ടോ. ബസവണ്ണയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയാണ്. അനുഭവ മണ്ഡലം എന്താണെന്ന് നോക്കാം. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡലം. എന്താണ്? 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണർ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡലം എന്ന് പറയുന്നത്. അല്ലമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡല ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചടങ്ങുകൾക്ക് അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡലത്തിൽ എത്തിച്ചേരുന്നത്. ചർച്ചകളിൽ ഉയർന്നു വന്ന ആശയങ്ങളാണ് വചനങ്ങൾ എന്ന പേര് ജനങ്ങളിലേക്ക് പകർന്നു നൽകിയത്. അപ്പോൾ 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണേത്? അനുഭവ മണ്ഡലം. അല്ലമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡലത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളാണ്. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ. സമൂഹത്തിൽ നിലനിന്ന സാമൂഹിക മതപരമായ വിവേചന ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചും സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാട് ബസവണ്ണ മുന്നോട്ട് വച്ചത്. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. വീരശൈവ പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടതാണ്? ബസവണ്ണയുമായി ബന്ധപ്പെട്ടതാണ്. വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് എപ്പോഴും തന്നെ PSC ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ വീരശൈവ പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടതാണ്? ബസവണ്ണയുമായി ബന്ധപ്പെട്ടതാണ് വീരശൈവ പ്രസ്ഥാനം എന്ന് ഓർക്കുക. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ബ്രാഹ്മമേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാവീണ്യതയും ചോദ്യം ചെയ്തു. ബ്രാഹ്മമേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാവീണ്യതയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വീരശൈവ പ്രസ്ഥാനത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ബ്രാഹ്മമേധാവിത്വത്തെയും വേദങ്ങളുടെ ബ്രാഹ്മണ്യതയും ചോദ്യം ചെയ്തു. ജാതി വ്യവസ്ഥയും സ്ത്രീ വിവേചനവും ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യപ്പെട്ടു. മനുഷ്യ സ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്താണ്? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം
ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കുക. ഇതൊക്കെയാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഇനി 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഇന്നത്തെ ഉത്തർപ്രദേശ് ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന് പ്രചാരകനായിരുന്നു ആര്? ദോഹകൾ എന്നറിയപ്പെടുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നാൽ കബീറിൻ്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. അപ്പോൾ കബീർ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓരോ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവയെ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. ഭക്ത സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചു. മതങ്ങളുടെ ആരാധനാക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അപൂർണമായി ദൈവത്തിന് വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോശമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശിഷ്യർക്കൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോഴുള്ള ചില അനുഭവങ്ങൾ കൂടി താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങൾ കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ദോഹകൾ വഴി തൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം കരുതുന്നു. ഹിന്ദു മുസൽമാനും ഒന്നാണെന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഈ കബീറിനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ അർത്ഥശൂന്യമായിട്ടുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകളെയൊക്കെ ഉപേക്ഷിക്കുക. ദൈവത്തോടുള്ളത് ഭക്തി എന്ന് പറയുന്നതാണ്. ദൈവത്തിന് കബീർ ഭക്തിയെ ഒരു മോശമാർഗമായ കോൺസെപ്റ്റിലൂടെയാണ് അദ്ദേഹം നോക്കിക്കണ്ടിരുന്നത്. അതുകൊണ്ട് മറ്റുള്ള ആരാധന മാർഗങ്ങളെല്ലാം വെറും മിഥ്യയാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നതും ആശയത്തിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതും. ഇനി ഗുരുനാനാക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഗുരുനാനാക്ക് സ്നേഹവും സാഹോദര്യവും. ഗുരുനാനാക്കിനും ഒരിക്കൽ തൻ്റെ ചരിത്ര 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിൽ തൽവണ്ടി, ഇപ്പോൾ പാകിസ്ഥാൻ ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരുനാനാക്ക് ശ്രമിച്ചിരുന്നു. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇന്ത്യക്ക് പുറത്ത് സഞ്ചരിച്ചു. മതങ്ങളുടെ നിർദ്ധാരണമായിട്ടുള്ള അനുഷ്ഠാനങ്ങളെ ഗുരുനാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെല്ലാം നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിനും ജനങ്ങളെ പ്രചരിപ്പിക്കുന്നതിനും എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനും ലംഗാർ അഥവാ പൊതു അടുക്കള പ്രാധാന്യം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചു. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിൽ ജനിച്ച വ്യക്തിയാണ് ആര്? ഗുരുനാനാക്ക്. അപ്പോൾ ഗുരുനാനാക്ക് വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കാനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വ്യക്തിയാണ്. അതായത് സ്നേഹം, നന്മ, തുല്യത, സാഹോദര്യം എന്നിവയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ലംകാർ അഥവാ പൊതു അടുക്കളയ്ക്ക് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ പിന്നീട് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിലേക്ക് വഴിതെളിക്കുകയാണ് ഉണ്ടായത്. ഇനി ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം. മധ്യകാലഘട്ടത്തിൽ സമൂഹത്തിലെ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. ആരാധന സ്വാതന്ത്ര്യത്തിലും സാഹചര്യം വ്യത്യസ്തമായിരുന്നില്ല. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇഷ്ടദൈവത്തെ ആചരിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനായി ആലപിച്ചിരുന്ന ധാരാളം സ്ത്രീകൾ തയ്യാറായി. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്ന മീരാബായി അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായി രചിച്ച കൃഷ്ണഭജനകൾ ഏറെ പ്രശസ്തമാണ്. തമിഴ്നാട്ടിൽ പ്രശസ്തിയായ ഭക്തി കവിയായിരുന്നു കാരക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അഴകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങൾ അവർ രചിച്ചിരുന്നു. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖനായിരുന്ന അക്ക മഹാദേവി സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യ ആത്മീയമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. മഹാരാഷ്ട്രയിലെ പവനിബായ്, റോയ്ബായ്, കാശ്മീരിലെ ലാൽ ദോത് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാന വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട സംഭാവന നൽകിയിരുന്നു. അപ്പോൾ ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്ന വ്യക്തിയാണ് ആര്? മീരാബായി എന്ന് പറയും. രാജസ്ഥാനിൽ ചിത്തോർ ജനിച്ച രജപുത്ര രാജകുമാരിയായിരുന്നു. പക്ഷേ കൃഷ്ണനോടുള്ള ഭക്തിയിൽ അവരെല്ലാം ഉപേക്ഷിച്ച് നിരവധി കൃഷ്ണ ഭജനകളൊക്കെ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തികളായിരുന്നു കാരക്കൽ അമ്മയാറും ആണ്ടയാളും. അവരൊക്കെ ഇഷ്ടദൈവത്തോടുള്ള ഭക്തിയെ അനുവദിച്ച് ഒരുപാട് കവിതകളൊക്കെ അക്കാലത്ത് രചിച്ചിട്ടുണ്ട്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ. സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹിക മതപരമായ മേഖലകളിൽ പുരോഗമനമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി
ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്ത കവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു. ഇവർ ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനങ്ങളുടെയും ചോദ്യം ചെയ്തു. തൽഫലമായി സാമൂഹ്യ സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അനുഭവമണ്ഡ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾ അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തിലേക്ക് ചിന്തിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഭക്തി പ്രസ്ഥാനം വന്നതോടുകൂടി ഒരുപാട് തരത്തിലുള്ള അസമത്വങ്ങളെ ചോദ്യം ചെയ്യാനും ഈ അസമത്വങ്ങൾ ഒരു പരിധി വരെ ഇന്ത്യയിൽ കുറയ്ക്കാനും എന്തിലൂടെ സാധിച്ചിട്ടുണ്ട്? ഈ ഭക്തി പ്രസ്ഥാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സൂഫി പ്രസ്ഥാനമാണ്. ഭക്തി ദൈവത്തോടടുക്കുന്ന മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. അതിനുള്ള വഴി ഭക്തി ആലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. സാധാരണവർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. സൂഫിസം എന്ന പദം ഉണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നാണ്. ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നുമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ആ ഭക്തിയെ ദൈവത്തോട് അടുക്കാനുള്ള മാർഗമായിട്ടാണ് ആര് കണ്ടിരുന്നത്? സൂഫികൾ കണ്ടിരുന്നത്. അപ്പോൾ സാധാരണക്കാർ ഇത് സഞ്ചരിച്ച് അവരെന്താണ് സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസേവം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്കാണ് സൂഫികൾ പ്രാധാന്യം കൂടുതൽ നൽകിയത്. മധ്യേഷ്യ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമി ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. അപ്പം മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമി ഭക്തി പ്രസ്ഥാനം ഏതാണ്? അത് സൂഫിസമാണ്. ഇവിടങ്ങളിൽ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം, ലൗകിക കാര്യങ്ങൾ തുടങ്ങിയ ശ്രദ്ധ തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. 12-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. അതുപോലെ തന്നെ സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്ത്, അതുപോലെ തന്നെ സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്റവർദി എന്നീ സിൽസികളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പീർ, അതായത് ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നുമാണ് വിളിച്ചിരുന്നത്. സൂഫിയുടെ തലസ്ഥാനമായിരുന്ന ഗാവുകൾ അക്കാലത്ത് സാമൂഹ്യ കേന്ദ്രങ്ങളായി. സൂഫി കേന്ദ്രങ്ങൾ സാമ എന്ന പ്രത്യേക ഗാനാലാപന രീതിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങൾ ഗവ്വാലികൾ, അതായത് സൽത്തനത്ത്, മുഗൾ കാലഘട്ടത്തിൽ വിവിധ മതവിഭാഗങ്ങളിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. അപ്പോൾ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ആഡംബര ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തവരായിരുന്നു ആര്? സൂഫി പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അപ്പോൾ സൂഫി ഗുരുവിനെ പീർ അഥവാ ഷെയ്ഖ് എന്നാണ് വിളിച്ചിരുന്നത്. ഭക്തി ഗാനങ്ങൾ ആലാപിച്ചിരുന്നത് ഗവ്വാലികൾ, അതായത് സൽത്തനത്ത്, മുഗൾ കാലഘട്ടത്തിൽ മതവിഭാഗങ്ങൾക്ക് ഐക്യമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ഗവ്വാലികൾക്ക് സാധിച്ചിരുന്നു. ഇനി പ്രാദേശിക ഭാഷയുടെ വളർച്ച. സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാര പ്രാദേശിക ഭാഷകളിൽ ആശയപ്രചരണം നടത്തിയിരുന്നത്. ഇത് പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായി. തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തി കാവ്യങ്ങൾ രചിക്കപ്പെട്ടു. കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികളും ഉണ്ടായി. പേർഷ്യൻ, ഹിന്ദി ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമയത്ത് ഉദാഹരണമാണ്. ഇക്കാലത്ത് ഉറുദു ഭാഷയിൽ ഏറ്റവും ശ്രദ്ധേയ എഴുത്തുകാരിയായിരുന്നു അമീർ ഖുസ്രു. അമീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയിലേക്ക് സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവ മറ്റു പ്രത്യേക കൃതികളും വിവിധ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്ക് സാഹിത്യത്തിന് ഉണർവേകി. അപ്പോൾ ഭാഷയുടെ വളർച്ചയും ഇതിലൂടെ സാധിക്കപ്പെട്ടു. വിവിധ പ്രാദേശിക ഭാഷകളിൽ കവിതകൾ രചിക്കപ്പെടുന്നതിന് ആളുകൾക്കിടയിൽ അത് കൂടുതൽ ബോധവൽക്കരണത്തിലേക്കൊക്കെ കാരണമായിട്ട് തിരിഞ്ഞു. ഇനി തമിഴിൽ 4000 ദിവ്യപ്രബന്ധ തിരുമുറകൾ കൃതി ആഴ്വന്മാരും നായന്മാരുമായിരുന്നു. കന്നഡ വചനങ്ങൾ ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. തെലുങ്ക് മഹാഭാരത വിമർത്തനം, നന്നയ്യ, തിക്കണ്ണ, എരപ്രഗത. ഹിന്ദിയിലാണ് പത്മാവത്, മാലി മുഹമ്മദ് യാസി. മലയാളത്തിൽ ജ്ഞാനപ്പാന, ആത്മാന്ത രാമായണം, കിളിപ്പാട്ട്, മുഹമ്മദ് മാല, പൂന്താന തുഞ്ചത്ത് രാമായണ എഴുത്തച്ഛൻ ഗാസി മുഹമ്മദ് എന്നിവരായിരുന്നു. ഇനി ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സമൂഹത്തിലെ പൊതുവെ കടുത്ത അനുയായികളും സാമൂഹ്യ അസമത്വങ്ങൾ നിലനിന്നിരുന്നു. അക്കാലത്ത് രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥകളെക്കുറിച്ച് മുൻ അധ്യായം ചർച്ച ചെയ്തല്ലോ. ഈ സാഹചര്യം മനുഷ്യരെ ഒരുമിച്ച് സംഘർഷങ്ങളെക്കുറിച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഭക്തി സൂഫി പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മതങ്ങളും ആശയങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിയ ഭക്തി പ്രസ്ഥാനം കഴിഞ്ഞു. വിവിധ ജാതി മത വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ജനങ്ങൾക്ക് സഹവർണ്ണത്തോടെ കഴിയാനും ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. ആധുനിക ഇന്ത്യ സമൂഹത്തിൻ്റെ മുഖമുദ്രയായ സാമുദായിക സൗഹൃദവും നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയ ഭക്തി സൂഫി ആശയങ്ങൾ പ്രചാരത്തിൽ നിന്നും രൂപം കൊണ്ടവയാണ്. അപ്പോൾ എന്താണ്, മധ്യകാല ഇന്ത്യ സമൂഹത്തിൽ പൊതുവെ കടുത്ത അനാചാരങ്ങൾ അതുപോലെ തന്നെ അസമത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഭക്തി പ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനം, ബസവണ്ണ പോലുള്ള കുറച്ച് വ്യക്തികളെക്കുറിച്ചും ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ
SCRT പുതിയ SCRTയിലെ 7ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കിയത്. വരും ക്ലാസ്സുകളിൽ നമുക്ക് മറ്റുള്ള ചാപ്റ്റേഴ്സ് നോക്കി പോകാം. ആദ്യമായിട്ടാണ് BSc Economics യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും SCRTയുടെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട്, മുഴുവൻ ടോപ്പിക്കിനെയും മുഴുവൻ ചാപ്റ്റേഴ്സിനെയും കവർ ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഷീറ്റ് നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.